വീണ്ടും ഒരു പോലീസ് വിശേഷം തന്നെയാണ്. കാക്കിക്കുള്ളിലെ കലാകാരന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടല്ലേ. പുതിയൊരാളെ കൂടി പരിചയപ്പെടുത്തി തരാം. കോഴിക്കോട് തൊട്ടിൽപ്പാലം CI ആയ EK ഷിജുവാണ് പുതിയ താരോദയം. വളയം പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഷിജു പാടിയ പാട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത്. വളയം പോലീസ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ഗാനമേള ഉണ്ടായിരുന്നു. ആ ഗാനമേളയിൽ ഒരു പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിയതാണ്. അത് ഈ രീതിയിൽ ഒരു സ്വീകരണം ഉണ്ടാവുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. മുഹമ്മദ് ഷഹീദ് നമ്മുടെ കൂടെയുണ്ട്. ഷഹീദ്, ഒരുപാട് കലാകാരന്മാരെ നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ പോലീസ് സേനയിൽ. അപ്പോൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാകും. പലപ്പോഴും ഇങ്ങനെയുള്ള വേദികളിൽ അവർ പാട്ട് പാടുന്നു, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ അവതരിപ്പിക്കുന്നു, അതാരെങ്കിലും ഷൂട്ട് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നു. അങ്ങനെയാണ് ഓരോരുത്തരെയും നമ്മൾ കണ്ടു പോകുന്നത്. അത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണെങ്കിലും അവർ മാത്രമല്ല, അതോടൊപ്പം തന്നെ എല്ലാ സേനയിലും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇനിയും അറിയപ്പെടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടാകും. ഇവിടെ തന്നെ ഒരു വേദി കിട്ടി, പാട്ട് പാടുന്നു, സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. അങ്ങനെ നമ്മൾ അവരെ ചെന്ന് കാണുകയാണ്. അപ്പോൾ മനോഹരമായിട്ട് പാടുന്നുണ്ട് എന്നുള്ളതാണല്ലേ. സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മനോഹരമായ പാട്ടാണ്. ഭംഗിയായി തൊട്ടിൽപ്പാലം CI EK ഷിജു പാടുന്നതാണ് നമ്മൾ കേട്ടത്. വലിയ വൈറലായി, സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് തത്സമയത്തിലൂടെ പ്രേക്ഷകരെയും അറിയിക്കാമെന്ന് കരുതിയത്. ഊഴം സിനിമയിൽ ONV കുറുപ്പ് രചിച്ച പാട്ടാണ്. MK അർജുനൻ മാസ് സംഗീതം നൽകിയ കാണാനഴകുള്ള മാണിക്യക്കുയിലെ മലയാളികളൊക്കെ ചിരപരിചിതമായ പാട്ടാണ്. ഈ തൊട്ടിൽപ്പാലം CI ആണ് ഷിജു. അദ്ദേഹം വളയം പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ്, ആ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് അവിടെ എത്തിയത്. അപ്പോഴവിടെ ഒരു ഗാനമേള നടക്കുകയാണ്. ആ നാട്ടിലെ കലാകാരനായ സുധൻ കൈവേലിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. സുധൻ കൈവേലിക്ക് അറിയാം ഈ തൊട്ടിൽപ്പാലം CI ഇങ്ങനെ ഒരു പാട്ടുകാരൻ കൂടിയാണ് എന്നുള്ള കാര്യം. അങ്ങനെയാണ് അദ്ദേഹത്തെ പാടാൻ വേണ്ടി ക്ഷണിക്കുന്നത്. വളരെ അതിമനോഹരമായി ഭംഗിയായി EK ഷിജു ആ പാട്ട്, ആ ഗാനം പാടി. അത് സുധൻ കൈവേലി തന്നെയാണ് മൊബൈൽ റെക്കോർഡ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടത്. അങ്ങനെയാണത് വൈറലായത്. ഏതായാലും നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ കാക്കിക്കുള്ളിലെ കലാകാരന്മാർ ഇനിയും പാട്ടുകളും മറ്റ് കലാപ്രവർത്തനങ്ങളുമായി വരട്ടെ, സമൂഹത്തിലേക്ക് വരട്ടെ എന്നുള്ളത്. ഇത് വെറും ഒരു പാട്ട് മാത്രമായിട്ടല്ല, ഈ പറയുന്ന പോലെ തന്നെ വളരെ കഠിനമായ ജോലി ആണ് ഈ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർ, സാധാരണ പോലീസുകാരൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പരുക്കനായി മനുഷ്യരോട് പെരുമാറേണ്ടി വരും. ആ സമയത്തൊക്കെ ഇത്തരം മനുഷ്യർക്കുള്ളിലെ ഈ കലാവാസനകളും കലാചിന്തയുമൊക്കെ മനുഷ്യനെ പരമാവധി നല്ല രീതിയിൽ പ്രവർത്തിക്കാനൊക്കെയുള്ള ഒരു ഇടം, സൗകര്യവും അവസരമൊക്കെ നൽകും. അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ഈ കാക്കിക്കുള്ളിലെ കലാകാരന്മാർ ആ രീതിയിൽ സമൂഹത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന സാഹചര്യമൊക്കെ ഉള്ളത്. ഈ ഷിജുവും അതേപോലെ തന്നെ സമാനമായ രീതിയിൽ അവിടെ തൊട്ടിൽപ്പാലം CIയും വളരെ ജനകീയമായ ഒരു സാമൂഹ്യ സേവനം അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥ പ്രവൃത്തി നടത്തുന്ന ഒരാളാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കലാജീവിതം, കലയോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം ഈ തരത്തിൽ അദ്ദേഹത്തിൻ്റെ പോലീസ് സേനയിലെ സേവനത്തിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനും സാധിക്കും.